ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. സൈനിക ശക്തിയിൽ അമേരിക്കയുടെ 1/3 മാത്രമുള്ള ചൈനയെ ഇന്ത്യയെ പോലെ താരിഫ് ചുമത്തി പൂട്ടാൻ പറ്റാത്തതിൻ്റെ കാരണം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിർബന്ധമായും കമൻറ്റ് ചെയ്യുക. റഷ്യയിൽ നിന്ന് ഇന്ത്യയേക്കാൾ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്. ആ ചൈനയ്ക്കെതിരെ എന്തുകൊണ്ടാണ് ട്രംപ് താരിഫ് ഉയർത്താത്തത്? അമേരിക്ക ചൈനയിൽ നിന്ന് മറ്റെങ്ങും ലഭ്യമല്ലാത്ത റയർ എർത്ത് മെറ്റൽസ് ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയുടെ മൊത്തം ഉപയോഗത്തിൻ്റെ 70%. ലോകത്തിൻ്റെ മുഴുവൻ ആവശ്യത്തിൻ്റെയും അതായത് 92% റയർ എർത്ത് മെറ്റൽസും ചൈനയാണ് സപ്ലൈ ചെയ്യുന്നത്. അമേരിക്ക ഏപ്രിൽ മാസത്തിൽ ചൈനയ്ക്ക് മേൽ 84% താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചൈനയും അമേരിക്കയ്ക്ക് മേൽ അത്രയും താരിഫ് പ്രഖ്യാപിക്കുകയും റയർ എർത്ത് മെറ്റൽസിൻ്റെ കയറ്റുമതി പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തിരുന്നു. ഇത് അമേരിക്കയ്ക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരുന്നു. ആ കാരണം അമേരിക്ക ചർച്ചയ്ക്കായി പ്രേരിപ്പിച്ചു. ചർച്ചയ്ക്കായി ഇപ്പോൾ 30% പ്രഖ്യാപിച്ചിരുന്ന താരിഫ് 90 ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ഈ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാൾ മഹാനായ ഒരു ബിസിനസ് മാനാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് പരമായ കണ്ണുകൾ കൊണ്ട് കണ്ടത് ട്രംപാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലും ഇത് ആവർത്തിക്കുകയുണ്ടായി. റയർ എർത്ത് മെറ്റൽസ് ശക്തി കൂടിയ മാഗ്നറ്റുകൾ നിർമ്മിക്കുന്നതിനും കമ്പ്യൂട്ടർ ഹാർഡ് ഡ്രൈവ്, ജെറ്റ് എൻജിൻ, സൈനിക ആയുധങ്ങൾ, റോക്കറ്റുകൾ തുടങ്ങി സൈനിക ആവശ്യങ്ങൾക്കെല്ലാം ഈ റയർ എർത്ത് മെറ്റൽസ് ആവശ്യമാണ്. ലോകത്ത് ഈ റയർ എർത്ത് മെറ്റൽസ് നിക്ഷേപമുള്ളതിൽ 90% ചൈനയുടെ പക്കലാണ്. ബാക്കി 10% മലേഷ്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുടെ കൈവശമുള്ളത്. ചൈനയ്ക്ക് 84% നിന്ന് താരിഫ് 30% കുറച്ച അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യം ഈ റയർ എർത്ത് മെറ്റൽസ് കയറ്റുമതി നിരോധനം ചൈന പിൻവലിക്കണമെന്നതായിരുന്നു. അത് അംഗീകരിച്ച ചൈന ചർച്ചകൾ തുടരാനും തീരുമാനിച്ചു. ഈ റയർ എർത്ത് മെറ്റൽസ് ഇല്ലാതെ വന്നാൽ അമേരിക്കയുടെ കച്ചവടം പൂർണ്ണമായും പൂട്ടുമെന്നതിനാലാണ് ചൈനയെ പ്രകോപിപ്പിക്കാൻ തങ്ങൾ സംയമനം പാലിക്കുന്നതെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വെൻസ് വെളിപ്പെടുത്തുകയും ഉണ്ടായിട്ടുണ്ട്. ചൈന പൂട്ടിയ പൂട്ടിൽ അമേരിക്ക പെട്ടുപോയി എന്നതാണ് വാസ്തവം. പിന്നെ ചൈനയിൽ നിന്നും കിട്ടുന്നത് പോലെ വിലക്കുറവിൽ ലോകത്ത് ഒരിടത്തു നിന്നും കിട്ടുകയില്ല. താരിഫ് ഉയർത്തിയാൽ അത് അമേരിക്കൻ കസ്റ്റമർ തന്നെ കൊടുക്കണം. അത് ട്രംപ് പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ചൈനയെ പിണക്കാൻ അയാൾക്ക് ഉദ്ദേശമില്ല. ഇന്ത്യയെ പെടുപ്പിച്ചു നോക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ചൈനയുടെ അംബാസഡർ പറഞ്ഞത് 5000 കൊല്ലം പഴക്കമുള്ളതാണ് ചൈനീസ് സംസ്കാരം. ഒരു അമേരിക്കൻ പ്രസിഡന്റ് വന്നു വിരട്ടിയാൽ ഒന്നും പേടിക്കില്ല എന്നാണ്. തൽക്കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഇന്ത്യ 1.5 ബില്യൺ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. ഈ മാർക്കറ്റ് US കമ്പനികൾക്ക് ഒഴിവാക്കാനും കഴിയില്ല. അവിടെ വലിയ സമ്മർദ്ദം ഉണ്ടാവും. നമ്മൾ വേറെ മാർക്കറ്റ് പിടിക്കുമെന്ന് ട്രംപിനറിയാം. അതുകൊണ്ട് ദീർഘനാൾ ഇങ്ങനെ തുടരാൻ ട്രംപിന് കഴിയില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ജനസംഖ്യയുടെ വലുപ്പം മാത്രമല്ല, പർച്ചേസിംഗ് പവറാണ് കാര്യം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ള ജനങ്ങൾ ഇന്ത്യയുടെ ആകെ എത്ര ശതമാനം ഉണ്ടാവും? അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യ ഒരു മാർക്കറ്റേ അല്ല. ഉദാഹരണത്തിന് KFC, മക്ഡൊണാൾഡ്, സ്റ്റാർബക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ലോകത്ത് എവിടെ മുക്കിലും മൂലയിലും കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ ഇവയൊന്നും എവിടെയും വിജയകരമായി പോകുന്നില്ല. സ്റ്റാർബക്സ് ഇന്ത്യയിൽ ചെയ്യുന്നതിൻ്റെ ഇരട്ടി ബിസിനസ് ഇതിനേക്കാൾ 100-1 ജനസംഖ്യയുള്ള ഗൾഫിൽ ചെയ്യും. ഈ ഐഫോൺ പോലും ഇന്ത്യയിൽ ഇപ്പോൾ എത്രാം സ്ഥാനത്താണ് നിൽക്കുന്നത്? തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.